വയനാട്ടിൽ കെ സുരേന്ദ്രനെ കളത്തിലിറക്കി ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ബി.ജെ.പി. വയനാട് മണ്ഡലത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കും. ആലത്തൂരിൽ ഡോക്ടർ ടി.എൻ. സരസുവും എറണാകുളത്ത് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനും കൊല്ലത്ത് ജി. കൃഷ്ണകുമാറുമാണ് സ്ഥാനാർത്ഥികൾ. 5ാം ഘട്ട പട്ടിക പുറത്തു വന്നതോടെ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം ബി.ജെ.പി. പൂർത്തിയാക്കി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ദേശീയ രാഷ്ട്രീയം ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കുന്നു ബി.ജെ.പി. ആദ്യം കേരളത്തിലെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബൽറാം. റിജിത്ത്, ബി.ജെ.പിയുടെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഒട്ടേറെ സസ്പെൻസുകൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കേരളത്തിൽ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെ ബി.ജെ.പി. ദേശീയ നേതൃത്വം നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഘടകകക്ഷിക്ക് കൊടുത്ത സീറ്റിൽ ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വേണമെന്നും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള മത്സരം അത് രാഷ്ട്രീയ മത്സരം തന്നെയാകണമെന്നും കടുത്ത വെല്ലുവിളി തന്നെ ഉയർത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി വേണം എന്നുമുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെ ദേശീയ നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ബി.ജെ.പി. പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും ബി.ജെ.പി. 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി. പ്രഖ്യാപിക്കാനുണ്ടായിരുന്നത്. ആ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ബി.ജെ.പി. പ്രഖ്യാപിച്ചിരിക്കുന്നു. ആലത്തൂരിൽ ഡോക്ടർ ടി.എൻ. സരസു, എറണാകുളം സീറ്റിൽ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ, കൊല്ലത്ത് നടൻ ജി. കൃഷ്ണകുമാർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിരിക്കുന്നു. ഇതുകൂടാതെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും ഒട്ടേറെ വ്യത്യസ്തമായ സമീപനങ്ങൾ ബി.ജെ.പി. സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. നടി കങ്കണ റണൌട്ട് മണ്ഡി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാണ്. പ്രതിഭ സിംഗിനെ, സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷയും സിറ്റിംഗ് എംപിയുമായ പ്രതിഭ സിംഗിനെയാണ് മാണ്ഡി മണ്ഡലത്തിൽ കങ്കണ റണൌട്ട് നേരിടുക. ഈ സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് കങ്കണ റണൌട്ടിനെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഒപ്പം ഉത്തർപ്രദേശിലെ 17 സ്ഥാനാർത്ഥികളെ ബി.ജെ.പി. പ്രഖ്യാപിച്ചിട്ടുണ്ട് 5ാം ഘട്ട പട്ടികയിൽ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് നേരത്തെ ഉയർന്ന അഭ്യൂഹങ്ങൾ ശരിവെച്ചുകൊണ്ട് പീലിഭിത്ത് മണ്ഡലം ഇത്തവണ വരുൺ ഗാന്ധിക്ക് നിഷേധിച്ചിരിക്കുന്നു എന്നാണ്. വരുൺ ഗാന്ധിക്ക് ഇത്തവണ സീറ്റ് നൽകിയിട്ടില്ല. അതേസമയം മാതാവ് മനേകാ ഗാന്ധിക്ക് സിറ്റിംഗ് മണ്ഡലമായ സുൽത്താൻപൂർ സീറ്റ് ഇത്തവണയും നൽകിയിരിക്കുകയാണ്. ഈ പീലിഭിത്ത് മണ്ഡലത്തിൽ ജിതിൻ പ്രസാദ്, കോൺഗ്രസ് വിട്ട് എത്തിയ ജിതിൻ പ്രസാദയെയാണ് ബി.ജെ.പി. നിയോഗിച്ചിരിക്കുന്നത്. ഇത് കനത്ത ഒരു സന്ദേശം തന്നെയാണ് കോൺഗ്രസിന് ഇതിലൂടെ ബി.ജെ.പി. നൽകുന്നത്. അതുൽ ഗാർഗ് ഗാസിയാബാദിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നിലവിൽ മുൻ കരസേനാ മേധാവിയായ വി.കെ. സിംഗിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് ഗാസിയാബാദ്. അദ്ദേഹം മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കകമാണ് ബി.ജെ.പി. 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ഒപ്പം തന്നെ കോൺഗ്രസ് വിട്ട് എത്തിയ നവീൻ ജിൻഡലിന് മണിക്കൂറുകൾക്കകം തന്നെ സീറ്റ് നൽകിയിരിക്കുന്നു. ഹരിയാനയിലെ കുരുക്ഷേത്ര സീറ്റാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. 2004-ലും 2009-ലും കുരുക്ഷേത്രയിൽ വിജയിച്ച നവീൻ ജിൻഡൽ ഇത്തവണ ആ സീറ്റ് ഇന്ത്യ മുന്നണിയുടെ ധാരണയുടെ ഭാഗമായി ആം ആദ്മി പാർട്ടിക്ക് നൽകിയിരിക്കുകയാണ്. ഇത്തവണ സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പാക്കിയതോടുകൂടിയാണ് അദ്ദേഹം ബി.ജെ.പിയിലേക്ക് എത്തിയത്. ഉടൻ തന്നെ ബി.ജെ.പി. സീറ്റ് നൽകിയിരിക്കുന്നു. ഒഡീഷ സംബൽപൂരിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മത്സരിക്കുന്നുണ്ട്. കൂടാതെ കർണാടകയിൽ ജഗദീഷ് ഷട്ടാർ, ബി.ജെ.പിയിലേക്ക് തിരിച്ചെത്തിയ ജഗദീഷ് ഷട്ടാർ മത്സര രംഗത്തുണ്ട്. ബീഹാറിൽ നിന്നും ഒട്ടേറെ മുതിർന്ന നേതാക്കൾ, താര സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. മുൻ സംസ്ഥാന അധ്യക്ഷൻ സഞ്ജയ് ജയ്സ്വാൾ മത്സര രംഗത്തുണ്ട്. കൂടാതെ കേന്ദ്രമന്ത്രി രാധാമോഹൻ സിംഗ്, മുൻ കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി, കേന്ദ്രമന്ത്രി നിത്യാനന്ദ റോയ്, കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, കൂടാതെ മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് എന്നിവർ മത്സര രംഗത്തുണ്ട്. കൂടാതെ കോൺഗ്രസിൽ നിന്നും എത്തിയ നിരവധി പേർക്ക് സീറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്.
ഇത്തരത്തിൽ മറ്റു പാർട്ടികൾ വിട്ട് എത്തിയ ആളുകൾക്ക് എല്ലാം തന്നെ BJP ഇത്തവണ സീറ്റ് നൽകാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. സംബിത് പത്ര പുരി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാണ്. ബംഗാളിലാകട്ടെ കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച വന്ന കർണാടക ഉപമുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ ബലഗാവിയിലും നടി കങ്കണ റണൌട്ട് മണ്ഡിയിലും മത്സരിക്കാൻ പോകുന്നു. പട്നയിൽ രവിശങ്കർ പ്രസാദും സുൽത്താൻപൂരിൽ മേനകാ ഗാന്ധിയും ജനവിധി തേടാൻ പോകുന്നു. അതേസമയം തന്നെ വരുൺ ഗാന്ധിക്ക് സീറ്റില്ല. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ നവീൻ ജിൻഡാലിന് കുരുക്ഷേത്രയിൽ സീറ്റ് നൽകിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിലെ സംബൽപൂരിൽ നിന്നാണ് ജനവിധി തേടാൻ പോകുന്നത്. ബൽറാം നെടുങ്ങാടി അതിന്റെ വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ അമേഠിയിൽ സംഭവിച്ചത് ഇത്തവണ വയനാട്ടിലും സംഭവിക്കുമെന്ന് വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ. രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യമാണ് ദേശീയ നേതൃത്വം നടപ്പാക്കിയത്. ഭാരിച്ച ഉത്തരവാദിത്വമാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും K. സുരേന്ദ്രൻ 24-നോട് പറഞ്ഞു. അങ്ങനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP. അത് K. സുരേന്ദ്രൻ തന്നെയാണ് നമ്മളോടൊപ്പം. അദ്ദേഹം ചേരുകയാണ്. എങ്ങനെയാണ് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം തന്നെയാണ് കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, അമിത്ഷാജി, അതുപോലെ പാർട്ടി അധ്യക്ഷൻ JP നഡ്ഡാജി, BL സന്തോഷി, ഇവരെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനത് പൂർണ്ണ സന്തോഷത്തോടെ സ്വീകരിച്ചു. വലിയ പോരാട്ടം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള IND മുന്നണിയുടെ നകാരാത്മകമായ രാഷ്ട്രീയത്തിനെതിരായി വലിയ പോരാട്ടം തന്നെ ഞങ്ങൾ വയനാട്ടിൽ കാഴ്ചവെക്കും. തീർച്ചയായും മുന്നണിയിലെ രണ്ട് പ്രമുഖർക്കെതിരെയാണ് മത്സരിക്കുന്നത്. മുന്നണിയിലെ രണ്ട് പ്രമുഖർ എന്തിനാണ് മത്സരിക്കുന്നതെന്നുള്ള ചോദ്യമാണ് വയനാട്ടുകാർ ഉയർത്തുന്നത്. കാരണം IND മുന്നണിയുടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ എന്തിന് പരസ്പരം മത്സരിക്കണം എന്നുള്ള ചോദ്യം അവിടെ ഉയരുകയാണ്. IND മുന്നണിക്കെതിരായിട്ടുള്ള ഏക ജനകീയ ബദൽ NDA മുന്നണിയാണ്. കഴിഞ്ഞ തവണ അമേഠിയിൽ ജനങ്ങൾ എന്താണോ ചെയ്തത്, ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ അത് ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകും. സുരക്ഷിത മണ്ഡലമെന്ന് കരുതിയാണ് രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ തന്നെ മത്സരിക്കുന്നത്. BJPക്ക് അവിടെ 80,000 വോട്ടാണ് ലഭിച്ചത്. അതിനെ എങ്ങനെയാണ് നോക്കുക? വയനാട് പഴശ്ശിരാജാവിന്റെ മണ്ണാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി ഐതിഹാസികമായ പോരാട്ടം നടത്തിയ വീര കേരളവർമ്മ പഴശ്ശി തമ്പുരാന്റെ മണ്ണാണ്. അതുകൊണ്ട് യുദ്ധം വളരെ ശക്തമായിട്ട് നടക്കും. ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലാണ് അങ്ങോട്ട് പോകുന്നത്. വലിയ പ്രശ്നങ്ങളുണ്ട്, വന്യജീവി നിരവധി വിഷയങ്ങളുണ്ട്. വയനാട് ജില്ല ഒരു വളരെ വികസന പ്രതിസന്ധിയുള്ള ഒരു ജില്ലയാണ്. രാഹുൽ ഗാന്ധി അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. മോദിജി വയനാടിനെ ആസ്പിറേഷൻ ജില്ലയായി പ്രഖ്യാപിച്ചു. പ്രത്യേകിച്ചും പാവപ്പെട്ടവരെ സഹായിക്കാൻ, കൃഷിക്കാരെ സഹായിക്കാനൊക്കെയുള്ള അനേകം പദ്ധതികൾ പ്രഖ്യാപിച്ചു. അത് നടത്താൻ വേണ്ടിയിട്ട് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമിതി പ്രവർത്തിക്കുന്നു. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. എന്തായാലും ഉടൻ തന്നെ വയനാട്ടിലേക്ക് പോവുകയും അവിടെ ചെന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെയും ഇന്ത്യ മുന്നണിക്കെതിരെയുമുള്ള ഒരു പോരാട്ടമായി തന്നെയാണ് അദ്ദേഹം ഈ ഒരു പോരാട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. എറണാകുളം മണ്ഡലത്തിൽ തനിക്ക് നല്ല വ്യക്തിബന്ധമുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യുമെന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ വോട്ട് നില ഉയർത്താൻ കഴിഞ്ഞു. അതിനേക്കാൾ മികച്ച പ്രകടനം ഇത്തവണ കാഴ്ചവെക്കാനാകുമെന്നും KS രാധാകൃഷ്ണൻ പറഞ്ഞു. കൊല്ലം മണ്ഡലത്തെ LDFും UDFും അവഗണിക്കുകയാണെന്ന് G. കൃഷ്ണകുമാർ വിമർശിച്ചു. സ്ഥാനാർത്ഥിത്വം പാർട്ടി എന്നെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. ആ പാർട്ടി എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ അതിൻ്റെ സമ്പൂർണമായ രീതിയിൽ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കും. പരമ്പരാഗതമായി കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങളൊക്കെ ഇപ്പോൾ ആരാ ജയിച്ചുകൊണ്ടിരിക്കുന്ന അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ? അപ്പോൾ പരമ്പരാഗതമായിട്ട് അത് നമ്മൾ കേരളത്തിൽ വളരെ തെറ്റായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു നരേറ്റീവാണ്. പരമ്പരാഗതമല്ല, ജനാധിപത്യ സംവിധാനത്തിൽ ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാറ്റം വരും. ഇതൊരു വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഈ ഒരു വലിയ ഉത്തരവാദിത്തം എന്നിൽ വിശ്വാസത്തോടെ ഏൽപ്പിച്ച പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്ര നേതാക്കളോട്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോട്, ഒപ്പം എൻ്റെ എല്ലാ പ്രവർത്തകരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാൽ മോഡിജിയുടെ വികസനത്തെപ്പറ്റി ഞാൻ പറയേണ്ട, കാരണം ഈ വാക്കാൽ പറയുന്ന വികസനമല്ല, കണ്ണിൽ കാണുന്ന വികസനങ്ങൾ നമ്മൾ കാണുകയാണ്. ഉദാഹരണത്തിനായിട്ട് ഒരു വന്ദേ ഭാരത് നിന്ന് ട്രെയിൻ വരികയാണ്. നമ്മൾ ആരും ഒരു ട്രെയിനിൻ്റെ അടുത്ത് പോയി ഒരിക്കലും ഒരു വീഡിയോ കോളോ സെൽഫി എടുക്കുന്ന ചരിത്രമില്ലായിരുന്നു. ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു, സൗകര്യപരമായ യാത്ര. അപ്പോൾ ഇത്തരം വികസനങ്ങൾ നമുക്ക് കൊല്ലത്തും കൊണ്ടുവരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കോൺഗ്രസ്. അമേഠിയും റായ്ബറേലിയും ഇത്തവണയും പട്ടികയിലില്ല. മഹാരാഷ്ട്ര, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് 5ാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്.
JNU യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടത് സഖ്യത്തിന് മുന്നേറ്റം 4-ൽ 3 സീറ്റിലും ലീഡ് ഉയർത്തി. ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിൽ ഇടത് സഖ്യം ലീഡ് ചെയ്യുകയാണ്. വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. JNU ക്യാമ്പസിൽ നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞു. ക്യാമ്പസിൽ നിന്നുള്ള കാഴ്ച എന്താണ് നിതിൻ? വോട്ടെണ്ണൽ അതിന്റെ അവസാന റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഏറ്റവും ആവേശം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇക്കുറിയും നടന്നിരിക്കുന്നത്. ആ ഒരു വിജയത്തിലേക്ക് ഇടത് സഖ്യം കടക്കുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇടത് സഖ്യം ഇപ്പോൾ വിജയാഹ്ലാദത്തിലാണ്. വൈകിട്ട് മുതൽ തന്നെ ഈ വോട്ടെണ്ണൽ ആരംഭിച്ച ഘട്ടത്തിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് മാത്രം ABP സ്ഥാനാർത്ഥി ആദ്യം ലീഡ് ചെയ്തെങ്കിലും പിന്നീട് ഇടത് സഖ്യം ആ സീറ്റ് കൂടി പിടിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ JNUവിലെ ഈ 3 സീറ്റിലും ഇടത് പാനലിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ജയത്തിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇടത് സഖ്യം പിന്തുണ നൽകി BAPSA സ്ഥാനാർത്ഥി ഇപ്പോൾ വിജയത്തിലേക്ക് പോകുന്നു. അങ്ങനെ 4 പ്രധാനപ്പെട്ട സീറ്റിലും 4 സെൻട്രൽ സീറ്റിലും ഇപ്പോൾ ഇടത് സഖ്യം അതിന്റെ വിജയത്തിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ 42 കൗൺസിലർ സീറ്റിലും ഇപ്പോൾ ഇടതിന്റെ മേൽക്കൈ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ അന്തിമ പട്ടിക അല്പസമയത്തിനകം വരും. വലിയ വിജയപ്രതീക്ഷ. നമുക്കറിയാം 4 വർഷത്തിന് ശേഷമാണ് JNUവിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന്റെ എല്ലാം ആവേശം ഈ പ്രചരണത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. ആ പ്രചരണത്തിലുടനീളം ഉണ്ടായ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ ഇടത് സഖ്യത്തിന് വീണ്ടും JNUവിലെ ഭരണം നിലനിർത്താൻ കഴിയും എന്നുള്ളത് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. നമുക്കറിയാം രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്ന ഒരു ക്യാമ്പസിലെ തെരഞ്ഞെടുപ്പാണ് JNUവിലേത്. ആ ഒരു JNUവിലെ തെരഞ്ഞെടുപ്പിൽ SFI, ISA, DSF ഉൾപ്പെടെയുള്ള ഇടത് സഖ്യം അതിന്റെ ഭരണം നിലനിർത്താൻ പോകുന്നു. അതോടൊപ്പം തന്നെ ABP ആണെങ്കിൽ ഈ JNUവിൽ ഒരു മാറ്റം വേണം, 4 വർഷത്തിലെ JNUവിൽ നിന്നൊരു മാറ്റം വേണം എന്നൊരു പ്രചരണമായാണ് ABP ഇത്തവണ ഈ പ്രചരണത്തിൽ ഉടനീളം ഉയർത്തിയത്. പക്ഷേ ഇടത് സഖ്യമെല്ലാം തന്നെ രാജ്യത്തിന്റെ മതേതരത്വമെല്ലാം തന്നെ നിലനിർത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു രാജ്യത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഉയർത്തിയും അതോടൊപ്പം തന്നെ ക്യാമ്പസിലെ സാഹചര്യവും ഉയർത്തി തന്നെയാണ് പ്രചരണം മുന്നോട്ട് പോയത്. അങ്ങനെ ഈ പ്രചരണം മുന്നോട്ട് പോയ വേളയിൽ ഇപ്പോൾ ഇടത് സഖ്യം അതിന്റെ വിജയത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഈ വോട്ട് നില പരിശോധിച്ചാൽ 5336 വോട്ടുകൾ എണ്ണി. അതിൽ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി ധനഞ്ജയ് 2424 വോട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ABP സ്ഥാനാർത്ഥിക്കാണെങ്കിൽ 1618 വോട്ട് ലഭിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കുന്ന അഭിജിത് ഘോഷ് ഇടത് സ്ഥാനാർത്ഥി 2233 വോട്ടും ABP സ്ഥാനാർത്ഥി 1438 വോട്ടുമാണ് ലഭിച്ചത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മത്സരിക്കുന്ന ABP സ്ഥാനാർത്ഥി അർജുൻ ആനന്ദിന് 1874 വോട്ടും ഇടത് സഖ്യം അതായത് BAPS സ്ഥാനാർത്ഥി ഇടത് പിന്നോട് മത്സരിക്കുന്ന പ്രിയാൻഷി ആര്യയ്ക്ക് 2674 വോട്ടും ലഭിച്ചു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്താണ് ഏറ്റവും ആവേശപൂർവ്വം മത്സരം നടന്നത്. കാരണം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ 2000 വോട്ട് എണ്ണിയപ്പോൾ ABP സ്ഥാനാർത്ഥിയാണ് മുന്നോട്ട് വന്നതെങ്കിൽ പിന്നീട് ആ ഒരു ജോയിന്റ് സെക്രട്ടറി സ്ഥാനവും ഇടത് സഖ്യം തിരിച്ചു പിടിക്കുകയായിരുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് MO സാജിദ് ഇടത് സ്ഥാനാർത്ഥി 2386 വോട്ട് നേടിയപ്പോൾ ABP സ്ഥാനാർത്ഥി 1995 വോട്ടാണ് നേടിയത്. അങ്ങനെ വലിയ ഒരു ഭൂരിപക്ഷത്തോട് തന്നെ വിജയത്തിലേക്ക് ഇടത് സഖ്യം പോകുമ്പോൾ അതിന്റെ എല്ലാം ആത്മവിശ്വാസം ഈ ഇടത് സഖ്യത്തിനുണ്ട്. വലിയ ആഘോഷം തന്നെയാണ്. മുതിർന്ന SFI പ്രവർത്തനം അതോടൊപ്പം തന്നെ മറ്റു നേതാക്കളും ഇവിടെ ഈ വിജയത്തിൽ പങ്കെടുക്കുന്നു. നിതിൻ അംബുജൻ JNU ക്യാമ്പസിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. JNU യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടത് സഖ്യത്തിന്റെ മുന്നേറ്റമുണ്ടാകുന്നു. ക്യാമ്പസിൽ ആഘോഷ പരിപാടികൾ. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ കഴിയുമ്പോഴും ഭരണനിർവഹണം തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശമാണ് മുഖ്യമന്ത്രി കൈമാറിയത്. കെജ്രിവാൾ പുറപ്പെടുവിച്ച ഉത്തരവിൽ വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് ED. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നാരോപിച്ച് പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി. ED കസ്റ്റഡിയിലുള്ള മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്ന ആവശ്യം BJP ശക്തമാക്കുന്നതിനിടയിലാണ് ഭരണനിർവഹണത്തിന്റെ ഭാഗമായുള്ള കെജ്രിവാളിന്റെ ഉത്തരവ് പുറത്തുവന്നത്. ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകുന്ന ഉത്തരവ് വാർത്താസമ്മേളനത്തിൽ മന്ത്രി അതിഷി പുറത്തുവിട്ടു. देखिए, मुख्यमंत्री के तौर पर अरविंद केजरीवाल जी लगातार मंत्रियों के कामों का रिव्यू करते हैं, उनको आदेश देते हैं. हमें कभी सुबह फोन पे कॉल करते थे, कभी व्हाट्सएप पे आदेश देते थे. हर विभाग के काम पर वो एक क्लोज सुपरविजन हमेशा बतौर मुख्यमंत्री रखते आए. പുറത്തുവന്ന ഉത്തരവിൽ വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് ED. കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാളിന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ഏജൻസി വൃത്തങ്ങൾ അറിയിച്ചു. പ്രതിഷേധ പരിപാടികളും അറസ്റ്റിന് പിന്നാലെയുള്ള സാഹചര്യവും ചർച്ച ചെയ്യാൻ ആം ആദ്മി പാർട്ടി നിർണായക യോഗം ചേർന്നു. യോഗത്തിനു ശേഷം വിളിച്ച സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഈ മാസം 31 ഡൽഹി രാംലീല മൈതാനത്ത് വൻ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപനം. जब से अरविंद केजरीवाल जी की गिरफ्तारी हुई है, न सिर्फ आम लोग बल्कि पूरा विपक्ष एकजुट होकर के इस तानाशाही के खिलाफ खड़ा हुआ है.
दिल्ली की सड़कों पर, देश की राजधानियों में, अलग अलग हिस्सों में लगातार विरोध प्रदर्शन हो रहे हैं। അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇന്നും പ്രതിഷേധിച്ചു. കെജ്രിവാളിന്റെ ഉത്തരവ് ചോദ്യം ചെയ്ത് BJP ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ സമീപിച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് BJPയുടെ നീക്കം. 24 ഡൽഹി. കെജ്രിവാളിന്റെ അറസ്റ്റ് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹിറ്റ്ലർ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടപ്പാക്കിയ അതേ നയം നടപ്പിലാക്കാനാണ് RSS ശ്രമിക്കുന്നത്. ഏക സിവിൽ കോഡ് രാജ്യത്തെ വൈവിധ്യങ്ങളെ തകർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാം ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നവരാണ് എന്ന് പറയുന്നവരാണല്ലോ RSS സംഘപരിവാറും. ഈ രാജ്യത്തെ വേദേതിഹാസങ്ങളിൽ എവിടെയെങ്കിലും ഈ പറയുന്നവരെല്ലാം രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് എവിടുന്ന് കിട്ടിയ RSSന്? അത് ഹിറ്റ്ലറുടെ ആശയമായിരുന്നു. മുഖ്യമന്ത്രിയായ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന നിലപാടുണ്ടായി. എവിടത്തേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്നതിൻ്റെ സൂചനയാണിത്. ഞങ്ങൾ എന്തും ചെയ്യും, ഒന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാടാണ്. ആലത്തൂർ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംഘർഷം. എരുമപ്പെട്ടി മണ്ഡല കൺവെൻഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടെ നേതാക്കൾ ഏറ്റുമുട്ടുകയായിരുന്നു. കൂടിയാലോചന നടത്താതെയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ അനുവദിക്കില്ല എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു സംഘർഷം. 24 എക്സ്ക്ലൂസീവ്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ് സൂരജ്? ഇന്ന് വൈകുന്നേരം 6 മണിക്കായിരുന്നു ഇത്തരത്തിൽ ഈ രമ്യ ഹരിദാസിന്റെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഈ എരുമപ്പെട്ടിയിൽ ചേർന്നു. ആ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് വായിക്കുന്നതിനിടയിലാണ് ഈ വാക്കേറ്റവും അല്ലെങ്കിൽ സംഘർഷവും ഉണ്ടായത്. കൂടിയാലോചന നടത്താതെ ലിസ്റ്റ് തയ്യാറാക്കിയെന്നും ഇത് പ്രഖ്യാപിക്കാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ തന്നെ ഈ കടവല്ലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള MM സലിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ രംഗത്തെത്തുകയായിരുന്നു. ഇവർ ഈ വേദിയിലേക്ക് കയറി പിന്നാലെ ഈ ലിസ്റ്റ് ചുരുട്ടി എറിയുകയെല്ലാം നിർബന്ധിച്ച് പിടിച്ചു വാങ്ങി ചുരുട്ടി എറിയുകയും എല്ലാം ചെയ്തു. ഈ സമയം KPCC സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഡാനിയലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ യോഗമെല്ലാം നടന്നത്. പിന്നീട് ഈ പ്രവർത്തകർ എല്ലാവരും ഈ വേദിക്ക് മുകളിൽ കയറാൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതോടുകൂടി ജോൺ ഡാനിയൽ ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രവർത്തകരെ എല്ലാവരെയും ഈ ശാന്തമാക്കിക്കൊണ്ട് ഈ രംഗം ശാന്തിയാക്കി പിന്നീട് ഈ ലിസ്റ്റ് അവതരിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് പോയത്. ആ സമയത്ത് നേതാക്കൾ ഇതൊരു കരട് ലിസ്റ്റ് മാത്രമാണ്, അന്തിമ പട്ടിക ഇതിനെ കണക്കാക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഈ ലിസ്റ്റ് അവതരിപ്പിച്ച നേതാക്കൾ പറയുന്നത്. എന്നാൽ MM സലീം അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇവർ ഏകപക്ഷീയമായി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളടക്കമുള്ള പ്രവർത്തകരെ എന്തിന് ഈ കൺവെൻഷനിലേക്ക് വിളിച്ചു എന്ന ചോദ്യമാണ് ഇവർ ഉയർത്തിയത്. അതാണ് ഈ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ഈ മാറ്റങ്ങൾ കൂടി അംഗീകരിക്കാം എന്ന ഈ KPCC സെക്രട്ടറിയുടെ ഉറപ്പിനെ തുടർന്നാണ് പിന്നീട് ഈ യോഗം മുന്നോട്ട് കൊണ്ടുപോകാനായത്. എന്തായാലും കരട് ലിസ്റ്റ് ഇന്ന് ഈ യോഗത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സലീമിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് KPCCക്കും DCCക്കും പരാതി നൽകുമെന്ന് മണ്ഡലം ഭാരവാഹികളും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് തുടർന്ന് ചേർന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടി ചേർന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ഇത്തരത്തിൽ വാർത്തയും പിന്നാലെ ഈ സംഘർഷത്തിലേക്കും പോയത്. സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. JNU യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം പൂർണ്ണമായി പുറത്തുവരികയാണ്. ഭരണം നിലനിർത്തുന്നു ഇടത് സഖ്യം. 4-ൽ 3 സീറ്റിലും ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇടത് സഖ്യം പിന്തുണ നൽകിയ ബാബ്സ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ്. JNU ക്യാമ്പസിൽ നിന്ന് നിതിൻ അംബുജൻ തുടരുന്നുണ്ട്. നിതിൻ, ഫലം പൂർണ്ണമായി വരുന്നു, ഇടത് സഖ്യത്തിന്റെ മുന്നേറ്റം, വിശദാംശങ്ങൾ എങ്ങനെയാണ് നിതിൻ അംബുജൻ? റിജിത്ത്, ഫലം പുറത്തു വരുമ്പോൾ JNU ഇക്കുറിയും ചുവപ്പായാത്ത അത് നിലനിർത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വലിയ വിജയ ആഹ്ലാദത്തിലാണ് JNU ഉള്ളത്. ഇക്കുറിയും JNU ഇടത് സഖ്യം അത് ഭരണം നിലനിർത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ JNUവിലെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ABP സ്ഥാനാർത്ഥി ഒരു ഭൂരിപക്ഷം ഉണ്ടായെങ്കിലും പിന്നീട് ലീഡ് നില മാറിമറിയുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ 4 സീറ്റിലും ഇടത് സഖ്യം വിജയിച്ചു. വലിയ ആഹ്ലാദ പ്രകടനത്തിലായിരുന്നു ഇടത് സഖ്യ വിദ്യാർത്ഥികൾ. എന്തായാലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ധനഞ്ജയ് 3100 വോട്ട് ലഭിച്ചു. ABP ആണെങ്കിൽ 2118 വോട്ടാണ് ലഭിച്ചത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്
ഇടത് സഖ്യം സ്ഥാനാർത്ഥി അഭിജിത് ഘോഷ് 2762 വോട്ടും ABP സ്ഥാനാർത്ഥിക്ക് 1848 വോട്ടുമാണ് ലഭിച്ചത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്താണെങ്കിൽ പ്രിയാൻഷി ആര്യ ബാപ്സ്പയുടെ സ്ഥാനാർത്ഥിയാണ്. ഇടത് സഖ്യം പിന്തുണയോടുകൂടി തന്നെയാണ് ഇക്കുറി മത്സരരംഗത്തുണ്ടായത്. 3440 വോട്ടാണ് ലഭിച്ചത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് MO സാജിദ് 3035 വോട്ട് ലഭിച്ചു. അങ്ങനെ ഇടത് സഖ്യം എല്ലാ സീറ്റിലും അതിപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം 4 വർഷശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൻ്റെതായ എല്ലാ ആവേശവും ഇക്കുറി തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പൊതുരാഷ്ട്രീയ വിഷയമടക്കം JNUവിൽ ചർച്ച ചെയ്യപ്പെട്ടു. ABP സ്ഥാനാർത്ഥി ആദ്യഘട്ടത്തിൽ ലീഡ് ഉയർത്തിയെങ്കിൽ പോലും പിന്നീട് ലീഡ് നില മാറി പറഞ്ഞുകൊണ്ട് ഇടത് സഖ്യം അതിൻ്റെ എല്ലാ മേൽക്കൈയും കൂടി തന്നെയാണ് ഈ 4 സീറ്റും വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കുറിയും ഇടത് സഖ്യം JNUവിൽ ചുവപ്പ് നിലനിർത്തി എന്ന് തന്നെ പറയാം. നമുക്കറിയാം പൊതുരാഷ്ട്രീയ വിഷയമടക്കം ഈ ചർച്ച ചെയ്യുന്ന JNUവിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസിൽ ഇടത് സഖ്യം വിജയിക്കുന്നത് സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷ തന്നെയാണ് ഇടത് സഖ്യത്തിന് നൽകുന്നത്. വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയം തന്നെയാണ് ഇടത് സഖ്യത്തിന്. ഐസ, അതോടൊപ്പം തന്നെ SFI, DSF ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം തന്നെ പിന്തുണ നൽകിക്കൊണ്ടാണ് ഇടത് സഖ്യം ഇവിടെ മത്സരിച്ചത്. 42 കൺവീനർ സ്ഥാനത്തേക്ക് മത്സരിച്ചിലും ഇടത് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 4 പ്രധാനപ്പെട്ട സീറ്റിൽ 4 സെൻട്രൽ സീറ്റിൽ ഇടത് സഖ്യത്തിന് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. വോട്ട് നില ഇപ്പോൾ ഫലപ്രഖ്യാപനം അല്പസമയത്തിന് തന്നെ എന്തായാലും ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പുറത്തു വരും. അതിന് മുന്നോടിയായി തന്നെ ഇടത് വിദ്യാർത്ഥികളുടെ ആഹ്ലാദ പ്രകടനം ഇവിടെ ആരംഭിച്ചിരുന്നു. വൈകിട്ട് 7 മണി മുതൽ തന്നെ ഇടത് വിദ്യാർത്ഥികൾ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് വിജയാഹ്ലാദത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരിക്കൽ കൂടി ആ ഒരു ഇപ്പോഴത്തെ വോട്ട് നില സൂചിപ്പിക്കാം. അതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ധനഞ്ജയ് 3100 വോട്ടിനാണ് ലഭിച്ചത്. ABP സ്ഥാനാർത്ഥി ഉമേഷ് ചന്ദ്ര അജ്മീരയ്ക്ക് 2118 വോട്ട് ലഭിച്ചു. അങ്ങനെ പ്രധാനപ്പെട്ട 4 സീറ്റിലും ഇടത് സഖ്യം അതിന്റെ വിജയം കൈവരിച്ചു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത്. വലിയ വിജയാഹ്ലാദത്തിൽ തന്നെയായിരുന്നു ഈ വിദ്യാർത്ഥി സംഘടനകൾ. എന്തായാലും വീണ്ടും JNUവിൽ ഇടത് സഖ്യം അതിന്റെ JNU ക്യാമ്പസിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. JNU യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്തുന്നു ഇടത് സഖ്യം. 4ൽ 3 സീറ്റിലും ഇടത് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇടത് സഖ്യം പിന്തുണ നൽകിയ ബാപ്സയുടെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. ഇടുക്കി ഏലപ്പാറയിൽ രോഗി ഡോക്ടറെയും നഴ്സിനെയും മർദ്ദിച്ചതായി പരാതി. ഏലപ്പാറ സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ രാജു ജോസഫ്, നഴ്സ് അലോൻസിയ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. രാത്രി 8 മണിയോടുകൂടിയായിരുന്നു സംഭവം. എബിൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. എബിൻ, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ്? രാത്രി 8 മണിയോടെയാണ് ബോണാമി സ്വദേശി സോമൻ എന്നയാൾ ഈ സിറ്റി ഹോസ്പിറ്റലിൽ, ഏലപ്പാറ സിറ്റി ഹോസ്പിറ്റലിൽ എത്തുകയും ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇയാൾ ഈ ഡോക്ടർ രാജു ജോസഫിനെയും അതുപോലെ തന്നെ നേഴ്സായ അലോൻസിയെയും കയ്യേറ്റം ചെയ്യുകയുണ്ടായത്. ഇതേ തുടർന്ന് അവിടുന്ന് ആളുകൾ കൂടിയപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും ഈ ബോണാമി സ്വദേശി, ആശുപത്രിയിൽ അതിക്രമം കാട്ടിയ ബോണാമി സ്വദേശി സോമനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രതിയെ വിശദമായി പീരുമേട് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. എബിൻ ജോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്ന്. പൗരത്വ നിയമത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കാണിച്ചാണ് പരാതി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നുവെന്ന UDFന്റെ പരാതിയിൽ പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. പൗരത്വ ബില്ലിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരായ കേസുകൾ പിൻവലിക്കുന്നില്ലെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. ഇതിന് പിന്നാലെയാണ് സർക്കാർ ഈ മാസം 16-ന് കേസുകൾ പിൻവലിക്കുന്നത് വേഗത്തിലാക്കണമെന്ന് കാണിച്ച് വീണ്ടും സർക്കുലർ ഇറക്കിയത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാണ് BJPയുടെ പരാതി. BJP നേതാവ് VV രാജേഷാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. നാമജപ ഘോഷയാത്രയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ സർക്കാർ പിൻവലിക്കാത്തത് ഇരട്ടത്താപ്പാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വിമർശിച്ചു. CA കേസുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് CA കേസുകൾ പിൻവലിക്കുന്നത്. അതൊരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. UDF ഇക്കാര്യത്തിൽ എന്താ അഭിപ്രായം പറയാത്തത്? ശബരിമല കേസുകൾ പിൻവലിക്കണമെന്ന് എന്താണ് VD സതീശൻ വാദിക്കാത്തത്? പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ കുടുംബശ്രീ യോഗത്തിൽ കയറി വോട്ട് ചോദിച്ചെന്ന് കാണിച്ചാണ് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിനെതിരെ UDF പരാതി നൽകിയത്. ഈ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയുള്ള പത്തനംതിട്ട ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിരിക്കുന്നത്. വിശദീകരണം തേടിയതോടെ ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞതായി UDF വാദിക്കുന്നു. കുടുംബശ്രീക്കാരുമായി തനിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും ഇനിയും വോട്ട് ചോദിക്കുമെന്നും തോമസ് ഐസക്.
ഇത്തരം ആക്ഷേപങ്ങൾ പരാജയ ഭീതി മൂലം കോൺഗ്രസ് ഉന്നയിക്കുന്നതാണ്. അവരുടെ യോഗം നടക്കുന്നുണ്ടെങ്കിൽ പോയി സ്ഥാനാർത്ഥി എന്നതിൽ പിന്തുണ അഭ്യർത്ഥിക്കുന്നു. അതിലെന്താ തെറ്റ്? UDFന്റെ പരാതിയിൽ കഴമ്പില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ വിശദീകരണം നൽകുമെന്നും ഡോക്ടർ TM തോമസ് ഐസക് വ്യക്തമാക്കി. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം 24 പത്തനംതിട്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM BJP രഹസ്യ ചർച്ച നടന്നെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIM-ഉം BJP-യും ഒരുമിച്ച് നിന്നാലും BJP-യെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്നും VD സതീശൻ പ്രതികരിച്ചു. ചിഹ്നം സംരക്ഷിക്കണമെന്ന AK ബാലന്റെ പ്രസ്താവനയും കോൺഗ്രസ് ആയുധമാക്കുകയാണ്. തോൽവി മുന്നിൽ കണ്ടാണ് AK ബാലന്റെ പ്രസ്താവനയെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പരിഹസിച്ചു. BJP സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള EP ജയരാജന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് CPIM BJP ബന്ധമെന്ന ആരോപണം കോൺഗ്രസ് വീണ്ടും ആയുധമാക്കി തുടങ്ങിയത്. CPIM BJP-യുമായി രഹസ്യ ചർച്ച നടത്തുന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വിമർശനത്തിന്റെ മൂർച്ച ഒന്നുകൂടി കൂട്ടി. അപ്പോൾ ഇവർ മത്സരിക്കുന്നത് BJP-യെ തോൽപ്പിക്കാനല്ല. CPM നേതാക്കൾ BJP നേതാക്കളുമായി ബിസിനസ് പാർട്ണർഷിപ്പ് തുടങ്ങുന്നു, അവരുമായിട്ടുള്ള രഹസ്യ ചർച്ചകൾ നടത്തുന്നു. ഈ BJP CPM ഈ അവിഹിതമായ ബാന്ധവം അവർ ഒരുമിച്ച് നിന്നാലും ഒരു സീറ്റിൽ പോലും കേരളത്തിൽ BJP-യുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. നിശ്ചിത ശതമാനം വോട്ടില്ലെങ്കിൽ ഇടതു പാർട്ടികൾക്ക് ദേശീയ പദവി നഷ്ടമാകുമെന്ന AK ബാലന്റെ പ്രസ്താവനയും കോൺഗ്രസ് ആയുധമാക്കുകയാണ്. പൊതുതെരഞ്ഞെടുപ്പ് UDF-ന് ചിഹ്നം സംരക്ഷിക്കാനുള്ള മത്സരമല്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണണമെങ്കിൽ മ്യൂസിയത്തിൽ പോകേണ്ടി വരുമെന്നായിരുന്നു MM ഹസന്റെ പരിഹാസം. മോഡിയെയും പിണറായിയെയും ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് നേടുന്ന അതിശക്തമായ പ്രവർത്തനമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ ചിഹ്നം രക്ഷിക്കാനല്ല. AK ബാലൻ പറഞ്ഞതാണ് സത്യം. ഈനാം ബീച്ചിക്കും മരപ്പട്ടിക്ക് വോട്ട് പിടിക്കാതിരിക്കാനാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്, അല്ലാണ്ട് ജയിച്ച് പാർലമെന്റിൽ പോകാനല്ല. കേരളത്തിലെ ജനങ്ങൾ കിറ്റിനടിമകളാണെന്ന തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പരാമർശവും ചർച്ചയായി. പൗരത്വ ഭേദഗതിക്കെതിരായ റാലിയിൽ മുഖ്യമന്ത്രി സംസാരിക്കേണ്ടത് BJP-ക്കെതിരെയാകണമെന്ന് ലീഗ് നേതാവ് MK മുനീറും പ്രതികരിച്ചു. അദ്ദേഹം റാലി നടത്തുമ്പോൾ അദ്ദേഹം ശരിക്കും BJP-ക്കെതിരെയാണല്ലോ സംസാരിക്കേണ്ടത്. അദ്ദേഹം ഇത് ഞങ്ങൾ റാലി നടത്തുന്നു, കോൺഗ്രസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്താ? അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ സമസ്തയുടെ ആളാണെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും സമസ്ത കോൺഗ്രസിനെതിരാണെന്ന് കരുതുന്നില്ലെന്നും MK മുനീർ പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജീവനക്കാരുടെ കഞ്ചാവ് കൃഷി. ഗ്രോ ബാഗിൽ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ അറിവോടെയെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തി. ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ഫോറസ്റ്റ് വാച്ചർ വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. 24 വാർത്തയെ തുടർന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിൽ പരിശോധന നടത്തിയ പോലീസ് കഞ്ചാവ് ചെടി കണ്ടെടുത്തു. 24 എക്സ്ക്ലൂസീവ്. റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഗ്രോ ബാഗിൽ കഞ്ചാവ് ചെടി വളർത്തുന്ന വാർത്ത ഇന്ന് രാവിലെ 8:30 മണിയോടുകൂടിയാണ് 24 പുറത്തുവിട്ടത്. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അജയുടെ അറിവോടുകൂടിയാണ് ഉദ്യോഗസ്ഥർ കഞ്ചാവ് ചെടികൾ വളർത്തുന്നതെന്ന് വനം വകുപ്പ് വാച്ചർ അജേഷ് സമ്മതിക്കുന്ന വീഡിയോയും പുറത്തുവന്നു. പ്ലാച്ചേരി സ്റ്റേഷനിൽ കഞ്ചാവ് ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചത്? പഴയ കെട്ടിടത്തിന്റെ പുറകിൽ. എത്ര ചെടി വെച്ചിട്ടുണ്ട്? 10 കിളുത്ത് വന്ന എത്രണ്ണം വെച്ച്? 13 വെച്ചോ? ഇതിനു പിന്നാലെ റേഞ്ച് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നതോടെ പരിശോധനയുമായി എക്സൈസ് സംഘം എത്തി. അവർ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. തുടർന്ന് നാട്ടുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. സംഭവം അറിഞ്ഞെത്തിയ മണിമല CI ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ പൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് ചെടി കണ്ടെടുത്തു. സംഭവത്തിൽ വനമന്ത്രി AK ശശീന്ദ്രൻ സമഗ്രാന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്, എത്ര കാലമായി അത് തുടങ്ങിയിട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പൂർണ്ണ വിവരം തയ്യാറാക്കി നൽകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വസ്തുതകൾ പരിശോധിച്ച് വസ്തുനിഷ്ഠമായ ഒരു
പരിശോധനയ്ക്ക് ശേഷം കുറ്റവാളിയാണ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടാൽ കുറ്റവാളിക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കേസെടുക്കുമെന്ന് മണിമല പോലീസും അറിയിച്ചു. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ പെരിങ്ങോട്ടുകര കരുവാങ്കുളത്ത് കിണറ്റിൽ വീണ ആടിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു. കുട്ടമംഗലം സ്വദേശി പോക്കിക്കില്ലാത്ത അബ്ദുൾ റഷീദാണ് മരിച്ചത്. തിരുവനന്തപുരം വെട്ട് റോഡ് കുടിവെള്ള പൈപ്പ് പൊട്ടി ട്രാൻസ്ഫോമർ റോഡിലേക്ക് വീണു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്റ്റേഷനറി കടയിൽ തീപിടുത്തം. അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ഡൽഹി പാണ്ഡവ് നഗറിൽ പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ട്യൂഷൻ സെന്ററിലാണ് 4 വയസ്സുകാരി പീഡനത്തിനിരയായത്. ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ ക്ഷുഭിതനായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. 6000 കോടി BJPക്ക് ലഭിച്ചപ്പോൾ ബാക്കി മറ്റുള്ളവരാണ് വാങ്ങിയതെന്നും അതിൽ പ്രശ്നമില്ലേ എന്നും സുരേന്ദ്രൻ ചോദിച്ചു. പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.